സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഉലകനായകൻ കമലഹാസനും ഒന്നിക്കുന്ന ചിത്രമെത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതു മുതൽ ഇരു താരങ്ങളുടെയും ആരാധകർ കാത്തിരിപ്പിലാണ്. പുതിയ അപ്ഡേറ്റുകൾക്കായി ചിത്രത്തിന്റെ പല വാർത്തകളും പലപ്പോഴായി പുറത്തു വന്നിരുന്നു. ഇങ്ങനെയൊരു ചിത്രം എത്തുന്നുണ്ടെന്ന് കമലഹാസൻ സൈമ പുരസ്കാര ചടങ്ങിന്റെ വേദിയിൽ വച്ച് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വെളിപ്പെടുത്തിയത്. അങ്ങനെ 46 വർഷങ്ങൾക്കു ശേഷം കമലഹാസനും രജനീകാന്തും ഒന്നിക്കുമ്പോൾ അത് ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ വലിയ ആവേശമാണ് പകർന്നു നൽകുന്നത്. തലൈവർ 174XKH 238 എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത്. ചിത്രം സൗഹൃദമാണ് പ്രമേയമാക്കുന്നതെന്നും കോമഡിയുടെ അകമ്പടിയോടെയാണ് എത്തുന്നത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നെൽസൺ ദിലീപ് കുമാറാകും ഈ പുത്തൻ ചിത്രത്തിന്റെ സംവിധാനം. ആദ്യം ലോകേഷ് കനകരാജിന്റെ പേരുകൾ ഉൾപ്പെടെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഒടുവിലായി നെൽസൺ ആകും സംവിധാനമെന്നാണ് അറിയുന്നത്. എന്നാലിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നേടിയ അഭ്യൂഹം മറ്റൊന്നാണ്. ചിത്രത്തിൽ രജനീകാന്തിന്റെ പ്രതിഫലം എത്രയെന്നത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. രജനീകാന്തിന് 225 കോടിയാണ് പ്രതിഫലമെന്നതാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംഭവം സത്യമെങ്കിൽ അതൊരു ഞെട്ടിക്കുന്ന പ്രതിഫലം തന്നെയാണ്. രജനീകാന്തിൻ്റെതായി നിലവിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചിത്രം ജയിലർ 2 ആണ്. ജയിലർ 1-ാം ഭാഗത്തിന്റെ വമ്പൻ ഹിറ്റിനു ശേഷം നെൽസൺ രജനി കോംബോ 2-ാം ഭാഗത്തിന് ഒരുങ്ങുകയാണ്. ജയിലർ 2-വിന് വേണ്ടി രജനീകാന്തിന് 150 കോടി രൂപ പ്രതിഫലം ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടുമില്ല. 1979 പുറത്തിറങ്ങിയ നിനൈത്താലെ ഇനിക്കും എന്ന ചിത്രത്തിലാണ് കമൽഹാസനും രജനീകാന്തും അവസാനമായി ഒന്നിച്ചഭിനയിച്ചത്. പിന്നീട് രണ്ടു താരങ്ങളുടെയും കരിയറുകൾ കോളിവുഡിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് വളർന്നു പന്തലിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഉലകനായകൻ താൻ സൂപ്പർ സ്റ്റാറുമായി ഒന്നിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചതു മുതൽ സിനിമാ ലോകം ഒന്നടങ്കം ആ പ്രഖ്യാപനം ഏറ്റെടുത്ത് ആഘോഷമാക്കുന്നതും. വരാനിരിക്കുന്ന ഈ പുത്തൻ ചിത്രത്തിൽ രജനിയുടെയും കമലിന്റെയും 80കളിലെ വിന്റേജ് സ്റ്റൈലിലുള്ള ഒരു പ്രൊമോ ഒരുങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.